കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്ത മേള തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിലാണ് നടക്കുന്നത്. കേരളം ഒന്നിനു മുന്നിലും തലകുനിക്കുന്നതല്ലെന്നതിൻ്റെ ദൃശ്യസാക്ഷാത്കാരമാണ് എൻ്റെ കേരളം പ്രദർശന മേളയെന്നും മന്ത്രി കെ രാജൻ. സർക്കാർ വകുപ്പുകളെക്കുറിച്ചും വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ചും അറിവ് പകരുന്നതാണ് എൻ്റെ കേരളം മേള. ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി മെയ് 19 രാവിലെ 9 മുതൽ തൃശൂരിലെ പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടക്കും. നവകേരള സദസ്സ് മുഖാമുഖം പരിപാടികളുടെ തുടർച്ചയായാണ് സംസ്ഥാനത്തെ കലാകാരന്മാരോടും സാംസ്കാരിക പ്രവർത്തകരോടും മുഖ്യമന്ത്രി സംവദിക്കുന്ന പരസ്പരം എന്ന പരിപാടി. കേരളത്തെ ഒരു വികസിത സമൂഹമാക്കി വളർത്താനും പിന്തിരിപ്പൻ ആശയങ്ങളെ ചേർത്ത് മാനവികതയുടെ വിശാല താൽപര്യങ്ങൾക്ക് ഇടമുള്ള പരിഷ്കൃത സമൂഹമായി തുടരാനും സാധ്യമാക്കുന്നതിനുള്ള മുന്നൊരുക്കമാണ് ഈ പരിപാടി. നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു വിശാല പ്ലാറ്റ്ഫോമായി പരസ്പരം വേദി മാറും. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന പരസ്പരം പരിപാടിക്ക് വിവിധ അക്കാദമികളും സാംസ്കാരിക സ്ഥാപനങ്ങളും നേതൃത്വം നൽകും. ചടങ്ങിൽ പ്രമുഖ കലാ സാംസ്കാരിക പ്രവർത്തകരെ ആദരിക്കും. സാംസ്കാരിക രംഗത്തെ ചലനാത്മകമായ ഇടപെടലുകളുടെ നേർസാക്ഷ്യം എന്ന നിലയിൽ ഒരു പ്രദർശനശാലയും ഒരുങ്ങുന്നുണ്ട്. ഗുരു ഗോപിനാഥ് നാട്യഗ്രാമം അവതരിപ്പിക്കുന്ന സ്വാഗത നൃത്തരൂപവും ശ്രദ്ധേയമാണ്. സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഖൊബ്രഗഡെ സ്വാഗതം ആശംസിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കെ രാധാകൃഷ്ണൻ MP, പി ബാലചന്ദ്രൻ MLA, തൃശൂർ നഗരസഭാ മേയർ MK വർഗീസ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ സന്നിധരാവും. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ കൃതജ്ഞത രേഖപ്പെടുത്തും. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഉയരുന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകും. മാനവികതയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാനും സാമൂഹ്യ ജീർണതകൾക്ക് നേരെ പ്രതിരോധം തീർക്കാനുമുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു പൊതുവേദിയായി പരസ്പരം പരിണമിക്കുകയാണ്. സർഗാത്മക ലോകം നേരിടുന്ന വെല്ലുവിളികൾ, ഭാവി കേരളത്തിന് മുൻപിൽ തുറന്നുകിട്ടുന്ന സാധ്യതകൾ എന്നിവ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു പൊതുചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 2500 സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കും. കേരളത്തിൽ വികസനം കൊണ്ടുവരണമെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആപൽഘട്ടത്തിൽ പോലും കേരളവുമായി സഹകരിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. പാലത്തിന് നൽകേണ്ട സഹായം പോലും നൽകുന്നില്ല. കേരളത്തിൽ 2 തരം ചിന്താഗതിയുള്ളവരാണ് ഉള്ളത്. നാടിന്റെ വികസനം ആഗ്രഹിക്കുന്നവർ, അവരാണ് മഹാഭൂരിഭാഗം. നാട്ടിൽ ചെറിയൊരു വിഭാഗം വികസനം ഇപ്പോൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. ഇപ്പോൾ വേണ്ട എന്ന നിലപാട് നാട് അംഗീകരിക്കുന്ന അവസ്ഥ വന്നിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടായ നേട്ടം ഉണ്ടാവില്ലായിരുന്നു. തൃശൂരിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 ശേഷം രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധികളാണ് ഒന്നിനു പുറകെ ഒന്നായി കേരളം അഭിമുഖീകരിച്ചത്. 2018 പ്രളയം നൂറ്റാണ്ടിലെ പ്രളയമായിരുന്നു. ആകെ നിരാശയിൽ നിന്നാണ് 2016 LDF ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടന പത്രിക അവതരിപ്പിച്ചത്. ജനങ്ങളത് വിശ്വാസത്തിലെടുത്തു. ജനങ്ങളുടെ പ്രതീക്ഷ ഏറ്റെടുത്തതിന്റെ ഭാഗമായി ജനങ്ങൾ ഒരു ചൊല്ല് ഏറ്റെടുത്തു: LDF വരും, എല്ലാം ശരിയാവും. മറ്റ് രാജ്യങ്ങളുടെ സഹായം പോലും മുടക്കുന്ന സാഹചര്യമുണ്ടായി. സഹായിക്കാത്ത കേന്ദ്രത്തിനൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അണിചേരുന്നതാണ് കേരളം കണ്ടത്. പ്രതിസന്ധി അതിജീവിച്ച കേരളത്തെ നോക്കി രാജ്യം ആശ്ചര്യപ്പെട്ടു. നൽകേണ്ട സഹായം നൽകാതെ വിഷമം സൃഷ്ടിക്കാൻ കേന്ദ്രം ശ്രമിച്ചു. അർഹതപ്പെട്ടതുപോലും നിഷേധിക്കപ്പെട്ടു. സംസ്ഥാനത്തിന്റെ കടം ഏറ്റെടുക്കാനുള്ള അളവിൽ വലിയ വെട്ടിച്ചുരുക്കൽ നടത്തി. കേരളം ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന അഭിപ്രായം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ആ ഘട്ടത്തിലും അവർ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യമാണ് നമുക്കുണ്ടായത്. ഇത്രയും സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നാൽ പിന്നെ നമ്മുടെ ഗതി അധോഗതിയായി പോകും
എന്നാണ് സാധാരണഗതിയിൽ ആരും കണക്കാക്കിയത്. പക്ഷേ നമ്മുടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മെ വീക്ഷിച്ച രാജ്യവും ലോകവും അത്ഭുതം കൂടി. കേന്ദ്രത്തിന്റെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ സാധിച്ചത് മൊത്തം ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേസന ഹാളിൽ നടന്ന യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ, LDF MLA-മാർ, തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവരും സന്നിഹിതരായി. തൃശൂർ കാസിനോ ഹോട്ടലിലാണ് മുഖ്യമന്ത്രി സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖരുമായി ആശയവിനിമയം നടത്തിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളും മുൻ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതികളുടെ പൂർത്തീകരണം സംബന്ധിച്ച വിവരങ്ങളും മുഖ്യമന്ത്രി യോഗത്തിൽ വിവരിച്ചു. കേരളത്തിലെ ജനങ്ങൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുവെന്നും ഇടതു സർക്കാരിന്റെ കാലത്ത് വിവിധ മേഖലകളിൽ സംസ്ഥാനത്തിന് വൻ നേട്ടമുണ്ടാക്കാൻ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയിലും കേരളം മികച്ച നേട്ടമുണ്ടാക്കി. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും പുരോഗതി കൈവരിച്ചു. ഈ മുന്നേറ്റം തുടരണമെങ്കിൽ ഇടതു സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ, ജില്ലയിലെ MLA-മാർ, മറ്റു ജനപ്രതിനിധികൾ, LDF നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു. സി അച്യുതമേനോൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും മികച്ച NSS കോർഡിനേറ്റർക്കുള്ള ദേശീയ അവാർഡ് ജേതാവുമായ ഡോക്ടർ സോണി CN വിഷയാവതരണം നടത്തി. സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷോജൻ AP സെമിനാറിൽ മോഡറേറ്ററായിരുന്നു. ഡോക്ടർ കിരൺ മേനോൻ, ബിന്ദു KR, ജസ്റ്റിൻ MJ, മനോജ് V എന്നിവർ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. രുചിയൂറും മാമ്പഴ പായസവും ചക്ക അടയും ചിപ്സും. ചെമ്പങ്കണ്ടത്തെ കുട്ടികൾ വേനലവധിക്കാലം ആഘോഷമാക്കിയത് നാടൻ പലഹാരങ്ങളുണ്ടാക്കിയും അവ വിൽപ്പന നടത്തിയുമാണ്. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സന്ദേശവുമായി ആരംഭിച്ച കുട്ടിക്കൂട്ടങ്ങളുടെ കൈപുണ്യം എൻ്റെ കേരളം പ്രദർശനമേളയിലുമുണ്ട്. കേരളി എന്ന പേരിൽ വേനലവധിക്ക് ആരംഭിച്ച കുട്ടികളുടെ കൂട്ടായ്മയാണ് ചക്ക വറുത്തതും കായ വറുത്തതും പായസവും മേളയിൽ സജീവമാക്കുന്നത്. കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികൾ തന്നെയാണ് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിച്ചത്. നാട്ടിലെ മാവിലെയും പ്ലാവിലെയും പഴങ്ങൾ ഉപയോഗിച്ചാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. 15ഓളം കുട്ടികൾ ചേർന്നാണ് സംരംഭം നടത്തുന്നത്. കുട്ടികൾക്ക് ഇത്തരമൊരു സംരംഭം തുടങ്ങാൻ പൊതുപ്രവർത്തകനായ KK ജോർജ് വീട്ടിൽ സൗകര്യവും നൽകി. ചെമ്പംകണ്ടം സ്വദേശി AJ തോമസ് പറമ്പിലെ 100 കണക്കിന് ചക്കകളും സൗജന്യമായി നൽകി. നിലവിൽ വിദേശത്തേക്കുൾപ്പെടെ ഉൽപ്പന്നങ്ങൾ അയക്കുന്നുണ്ട്. ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിയേറ്റ ഗ്രാമത്തിൽ ഉള്ള ആളുകളാണ്. അന്ന് കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനുള്ള ശ്രമം നടത്തി. അത് നല്ല വിജയമായിരുന്നു. അതിനുശേഷം കുട്ടികൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ എൻ്റെ കേരളം പരിപാടിയിൽ കൊണ്ടുവന്ന് നമുക്ക് സർക്കാർ അതിന് ഒരു സ്റ്റാള് തന്നു. നല്ല സ്വീകരണം, 2 കൈ നീട്ടി സ്വീകരിച്ചു. നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നല്ല രീതിയിൽ ചിലവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നല്ല ചിലവുണ്ട്, ആളുകൾ നല്ല രീതിയിലുള്ള സഹായവും സഹകരണമാണ്. എൻ്റെ കേരളം പ്രദർശനമേളയിൽ ചക്ക കൊണ്ടുള്ള അടയും മാമ്പഴ പായസവും അരിയുണ്ടയും വിവിധ തരം ചിപ്സുകളുമാണ് വിൽപ്പനയ്ക്കുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 18 മുതൽ 24 വരെ തേക്കിൻകാട് മൈതാനത്ത് വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയ്ക്ക് തുടക്കമായി. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ MP-മാർ, MLA-മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് മേള ക്രമീകരിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ LED വാളുകളിൽ പ്രദർശനങ്ങൾ ഉണ്ടാകും. വിവിധ വകുപ്പുകളുടെ 151 തീം സ്റ്റോളുകളും 38 കൊമേഴ്ഷ്യൽ സ്റ്റോളുകളും ഉൾപ്പെടെ ശീതീകരിച്ച 189 സ്റ്റോളുകളിൽ സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കും. ഭക്ഷ്യ കാർഷിക മേള, കലാ സാംസ്കാരിക പരിപാടികൾ, സെമിനാർ, സിനിമാ പ്രദർശനം എന്നിവ മേളയുടെ ഭാഗമാകും. രാവിലെ 10 മുതൽ രാത്രി 8 വരെയായിരിക്കും പ്രദർശന സമയം.
എൻ്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടത്തിയ സമൂഹ ചിത്രരചന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പടം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ വിദ്യാർത്ഥികളാണ് ചിത്രരചനയിൽ അണിനിരന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി കെ വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ചരിത്രത്തിൽ മാറ്റി നിർത്താനാകാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളും നാടിൻ്റെ സമഗ്ര വികസനവുമാണ് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി വരുന്നത്. സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും വിവിധ പദ്ധതികളും അവതരിപ്പിക്കുകയാണ് 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ലക്ഷ്യം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 18 മുതൽ 24 വരെ നടക്കുന്ന എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ഫ്ലാഷ് മോബിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. കളക്ടറേറ്റിൽ നടന്ന ഫ്ലാഷ് മോബിൽ ADM ടി മുരളി മുഖ്യാതിഥിയായി. കളക്ടറേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് വടക്കേ സ്റ്റാൻഡ് പരിസരം, ശക്തൻ സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ജില്ലയിലെ മാർത്തോമ GHSS, സെന്റ് ജോസഫ് മിഷൻ ക്വാർട്ടേഴ്സ് സ്കൂൾ, ഹോളി ഫാമിലി CGHSS, SNM HSS ചാഴൂർ, JPE HSS കൂർക്കഞ്ചേരി, GHSS പൂങ്കുന്നം തുടങ്ങിയ സ്കൂളുകളിലെ NSS വിദ്യാർത്ഥിനികളാണ് ഫ്ലാഷ് മോബിന്റെ ഭാഗമായത്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുക എന്നതാണ് പ്രദർശന വിപണന മേളയുടെ ലക്ഷ്യം. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശന സമയം. പ്രവേശനം പൂർണ്ണമായും സൗജന്യമായിരിക്കും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി കെ വേലായുധൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ MK അജിതകുമാരി, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ C കാർത്തിക, ഹയർ സെക്കൻഡറി NSS ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ സൂര്യതേജ, NSS പ്രോഗ്രാം ഓഫീസർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മതേതരത്വം, പുരോഗമന ചിന്താശാസ്ത്ര ആഭിമുഖ്യം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കേരളം രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകരോട് സംവദിക്കുന്ന പരസ്പരം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിലാണ് സാംസ്കാരിക പ്രവർത്തകരുമായി മുഖ്യമന്ത്രി സംസാരിച്ചത്. മതനിരപേക്ഷതയുടെ നിലയിടമായി കേരളം മാറി. കേരളത്തിലെ വലതുപക്ഷക്കാരനും ഇടതുപക്ഷ സ്വാധീനമുണ്ട്. കേരളീയ സമൂഹത്തിൽ പുരോഗമന കാഴ്ചപ്പാടുണ്ടാക്കിയതിൽ എല്ലാ വിഭാഗത്തിലുള്ളവർക്കും പങ്കുണ്ട്. എന്നാൽ സമീപകാലത്ത് ഇരുണ്ട ശക്തികൾ കേരളത്തിലെ പുരോഗമന കാഴ്ചപ്പാടുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നതാണ് നമ്മൾ പുനഃപരിശോധിക്കേണ്ടത്. തിരിച്ചറിഞ്ഞ് ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഭേദചിന്തയില്ലാതെ ജനതയെ വാർത്തെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഫാസിസം നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉയരുന്നത് കേരളത്തിൽ നിന്നാണ്. ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ ആശയങ്ങളെല്ലാം സംരക്ഷിക്കാൻ നിലകൊള്ളുന്നത് ഇടതുപക്ഷമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇത് അനുവദിക്കാനാവില്ല. വർഗീയതയും മതവാദവും കേരളത്തിൽ വളരാൻ അനുവദിക്കരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നവകേരളം യാഥാർത്ഥ്യമായി മാറണമെങ്കിൽ ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നേരത്തെ നവോത്ഥാന കാലത്ത് ഉയർത്തിയിരുന്ന മുദ്രാവാക്യം. അതിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കാൻ നല്ല ഇടപെടലുകൾ വേണ്ടതായിട്ട് വരും. സമൂഹത്തിലെ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് സ്വാധീനം ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ ഇരുട്ടിൻ്റെ ശക്തികളെ തുറന്നു കാണിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല തരത്തിലുള്ള സാഹോദര്യം അത് ഇന്ന് കേവലം ഒരു ശൈലിയിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ, തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ, വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, സെക്രട്ടറി CP അബൂബക്കർ,
കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി മോഡറേറ്ററായിരുന്നു. നിരവധിയായ സൗജന്യ സേവനങ്ങളുടെ കലവറ ഒരുക്കിയിരിക്കുകയാണ് ഇത്തവണത്തെ എൻ്റെ കേരളം പ്രദർശന വിപണനമേള. കേരള സംസ്ഥാന IT മിഷന്റെ അക്ഷയ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ്, ജില്ലാ ആരോഗ്യ വകുപ്പ് എന്നീ വകുപ്പുകളാണ് മേളയിലെത്തുന്നവർക്ക് സൗജന്യ സേവനങ്ങൾ നൽകുന്നത്. അക്ഷയ ഒരുക്കിയ സ്റ്റാളിൽ ആധാറിലെ വിലാസം പുതുക്കൽ, ബയോമെട്രിക് വിവരങ്ങളുടെ അപ്ഡേഷൻ, കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ്, റേഷൻ കാർഡിലെ തിരുത്തലുകൾ, റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എന്നിവ നൽകുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വാഹന പരിശോധനയിൽ ഈച്ചലാൻ ലഭിച്ച വാഹന ഉടമകൾക്ക് ഫൈൻ അടയ്ക്കാനുള്ള അവസരം മേളയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്റ്റാളിൽ നിന്നും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ സ്റ്റാളിൽ നിന്നും കുട്ടികളിലെ അഭിരുചി കണ്ടെത്താനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തി കരിയർ കൗൺസിലിംഗ് നൽകും. ആരോഗ്യവകുപ്പിൻ്റെ പവലിയനിൽ ആശുപത്രി സന്ദർശനവും ചികിത്സയും കൂടുതൽ എളുപ്പവും സുഗമമാക്കുവാൻ സഹായകമായ ഏകീകൃത ആരോഗ്യ ഐഡൻറ്റിറ്റി കാർഡ് സൗജന്യമായി വിതരണം ചെയ്യുന്നു. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധനാ യൂണിറ്റും വിളയിലെ കീടബാധിത കണ്ടെത്താനുള്ള പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കും ജലസേചന വകുപ്പ് സൗജന്യ കുടിവെള്ള പരിശോധനയും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ബഷീർ എഴുതിയ ആനവാരിയും പൊൻകുരിശും നോവൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്വതന്ത്ര നാടകാവിഷ്കാരമാണ് വെയ് രാജാവെയ്. ഒറ്റക്കണ്ണൻ പോക്കറും മണ്ടൻ മുത്തപ്പയും എട്ടുകാലി മമ്മൂഞ്ഞും ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയും സൈനബയും തുടങ്ങിയ കഥാപാത്രങ്ങൾ അനീതികൾക്കെതിരെ മടക്കാത്ത ചൂണ്ടുവിരലുമായി ഇറങ്ങി വന്ന പ്രതീതിയായിരുന്നു വെയ് രാജാവെയ് സമ്മാനിച്ചത്. സമകാലിക രാഷ്ട്രീയ സാംസ്കാരിക പരിസരത്തെ അഭിസംബോധന ചെയ്യുന്ന ശക്തമായ പ്രമേയം ഉൾക്കൊണ്ട നാടകത്തെ നിറഞ്ഞ കയ്യടിയോടെയാണ് ആസ്വാദകർ വരവേറ്റത്. തൃശൂരിലെ അന്തിക്കാട് ഗ്രാമത്തിൽ നിന്നുള്ള മുതിർന്നവരും കുട്ടികളുമടങ്ങിയ 40 അംഗ സംഘമാണ് നാടകത്തിന് പിന്നിൽ. നാടകവീട് അന്തിക്കാടിൻ്റെ ബാനറിൽ ജെയിംസ് ഏലിയ എഴുതിയ നാടകത്തിന് സംവിധായകൻ ഷൈജു അന്തിക്കാടാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. എൻ്റെ കേരളം സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന പാചക മത്സരം അരങ്ങേറി. വ്യത്യസ്തമാർന്ന പുട്ടുകൾ ഒരുക്കിയാണ് പാചക മത്സരം വൈവിധ്യമാർന്നത്. ക്യാരറ്റ്, മാമ്പഴം, റാഗി, എള്ള്, പൈനാപ്പിൾ, ചക്ക, ശംഖുപുഷ്പം, ചെമ്പരത്തി, പനിക്കൂർക്ക, കൊള്ളി, ബീട്രൂട്ട്, ചെറുപഴം, ഡ്രൈ ഫ്രൂട്ട്സ്, പനീർ, അമൃതം പൊടി, ഗോതമ്പ് പൊടി, മുരിങ്ങയില, ചീരയില എന്നിങ്ങനെ വൈവിധ്യമാർന്ന രുചിയുള്ള പുട്ടുകളാണ് മത്സരത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിയത്. 1ാം സ്ഥാനം പൈനാപ്പിൾ, എള്ള്, ക്യാരറ്റ് എന്നീ പുട്ടുകൾ തയ്യാറാക്കിയ അന്തിക്കാട് ബ്ലോക്കിലെ താന്യം DCSലെ ഉഷാ ജയൻ കരസ്ഥമാക്കി. 2ാം സ്ഥാനം കൊടകര ബ്ലോക്കിലെ അളഗപ്പ നഗർ DCSലെ അരുന്ധതിയും വടക്കാഞ്ചേരി ബ്ലോക്കിലെ മുള്ളൂർക്കര CDSലെ വിജിതയും കരസ്ഥമാക്കി. 3ാം സ്ഥാനം വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലെ പടിയൂർ CDSലെ സിൽവി ഷാജിയും മുല്ലശ്ശേരി ബ്ലോക്കിലെ വെങ്കിടങ്ങ് CDSലെ വാഹിദയും വിജയികളായി. 5 ദിവസങ്ങളിലായി ജ്യൂസ്, പായസം, പുട്ട്, കേക്ക്, നാടൻ വിഭവങ്ങൾ എന്നീ ഇനങ്ങളിലാണ് മത്സരം നടത്തുന്നത്. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ബ്ലോക്ക് ലെവൽ മത്സരങ്ങളുടെ വിജയികളാണ് ജില്ലാതല മത്സരങ്ങളിൽ മാറ്റുരച്ചത്. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി വജ്രജൂബിലി കലാകാരന്മാർ ഒരുക്കിയ ഫ്യൂഷൻ സംഗീത സന്ധ്യയുടെ മാന്ത്രികതയിൽ ലയിച്ച് ആസ്വാദകർ. ഉപകരണ സംഗീതം നിറഞ്ഞ സന്ധ്യയിൽ ശാസ്ത്രീയ സംഗീതവും മലയാളം, തമിഴ് ഗാനങ്ങളും ആസ്വാദക മനം നിറച്ചു. മണിച്ചിത്രത്താഴിലെ ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ഗാനത്തിന്റെയും യോധ സിനിമയിലെ പടകാളി എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെയും കാന്ത ഞാനും വരാം എന്ന ഗാനത്തിന്റെയും അവതരണം ശ്രദ്ധേയമായി. വജ്രജൂബിലി ഫെലോഷിപ്പ് ജേതാക്കൾ വിവിധ ഉപകരണങ്ങളാൽ നാദസാഗരമൊരുക്കി. പുല്ലാങ്കുഴൽ, ഇടയ്ക്ക, കീബോർഡ്, മൃദംഗം, മിഴാവ്, മദ്ദളം, വയലിൻ, റിതം പാഡ് തുടങ്ങിയ ഉപകരണങ്ങളാണ് സംഗീത സന്ധ്യയ്ക്ക് മാറ്റുകൂട്ടിയത്.
ശ്രീഹരി കോട്ടയ്ക്കൽ പുല്ലാങ്കുഴലിലും കലാമണ്ഡലം മണികണ്ഠൻ മിഴാവിലും നാദവിസ്മയം തീർത്തു. കലാമണ്ഡലം സജിത്ത് മൃദംഗത്തിലും കലാമണ്ഡലം മധു മദ്ദളത്തിലും സുജിത് കോട്ടാൽ ഇടയ്ക്കയിലും റിതം പാഡിലും താളവിസ്മയമൊരുക്കി. വയലിനിൽ അനന്തകൃഷ്ണൻ അങ്ങാടിപ്പുറവും കീബോർഡിൽ അരുണും സംഗീത സന്ധ്യയുടെ ശോഭ കൂട്ടി. വജ്രജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ സുബീഷ് പദ്ധതിയെയും വേദിയിലെ പരിപാടിയും കുറിച്ച് വിശദീകരിച്ചു. കലാകാരന്മാരെയും കോർഡിനേറ്ററെയും വേദിയിൽ ആദരിച്ചു. സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ കേരളത്തിന്റെ കലയും സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വജ്രജൂബിലി ഫെലോഷിപ്പ്. നിരവധി ഗുണഭോക്താക്കൾ പദ്ധതിയിലൂടെ പരിശീലനം നേടുന്നുണ്ട്. ആധുനിക കാലത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ കേരള മോഡലുകൾ കഴിഞ്ഞ 9 വർഷത്തിൽ സാധ്യമാക്കിയെന്ന അനുഭവത്തിൻ്റെ കരുത്തോടെയാണ് 10ാം വർഷത്തിലേക്ക് സർക്കാർ എൻ്റെ കേരളം പ്രദർശന വിപണനമേള പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സർക്കാർ വകുപ്പുകളുടെ 150 തീം സ്റ്റാളുകളും 38 വാണിജ്യ സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ട്. ഭക്ഷ്യ കാർഷിക മേള, കലാസാംസ്കാരിക പരിപാടികൾ, സെമിനാർ, സിനിമാ പ്രദർശനം എന്നിവയും മേളയുടെ ഭാഗമാണ്. കുടുംബശ്രീ, ജയിൽ വകുപ്പ്, മിൽമ, KTDC തുടങ്ങിയ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച കലാസാഹിത്യ പ്രതിഭകളോട് സംവദിക്കുന്ന പരസ്പരം പരിപാടിയിലാണ് സംസ്ഥാനത്തെ 15 കലാകാരന്മാരെ മുഖ്യമന്ത്രി ആദരിച്ചത്. യാഥാസ്ഥിതിക്കെതിരെ പോരാടി നാടക കലാരംഗത്ത് വന്ന നിലമ്പൂർ ആയിഷ, വിപ്ലവ ഗായിക PK മേദിനി, കലാമണ്ഡലം ക്ഷേമാവതി, സംഗീത സംവിധായകൻ വിദ്യാധരൻ, എഴുത്തുകാരൻ TD രാമകൃഷ്ണൻ, കൊച്ചി ബിനാലെ സൃഷ്ടാവ് ബോസ് കൃഷ്ണമാചാര്യ, ശില്പി NN റിൻസൺ, ജെമിനി സർക്കസ് മുതൽ സർക്കസ് കലാജീവിതം ആരംഭിച്ച സർക്കസ് ചന്ദ്രൻ, തുടരും സിനിമയുടെ സംവിധായകൻ തരുൺ മൂർത്തി, ട്രാൻസ്ജെൻഡർ ശ്രുതി സുൽത്താര, കാരുണ്യ പ്രവർത്തക ഡോക്ടർ ഭാനുമതി, ഭിന്നശേഷി പ്രതിഭ കൺമണി, മാലതി ബാലൻ, നടൻ അപ്പാനി ശരത്, കോൽക്കളി കലാകാരൻ TP നാണു എന്നിവരെയാണ് സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി ആദരിച്ചത്. ശില്പവും പൊന്നാടയും കലാകാരന്മാർ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. 16 കലാകാരന്മാരെ ആദരിക്കാനാണ് തീരുമാനമുണ്ടായിരുന്നത്. ഇതിൽ രഞ്ജിനി KSന് എത്താനായില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു തുടങ്ങി നിരവധി പേർ സദസ്സിലുണ്ടായിരുന്നു. എൻ്റെ കേരളം സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന പാചക മത്സരം 2ാം ദിവസം അരങ്ങേറി. രുചിയേറും വ്യത്യസ്തമാർന്ന പായസങ്ങൾ ഒരുക്കിയാണ് 2ാം ദിനം വൈവിധ്യമാർന്നത്. പച്ച പപ്പായ പായസം, മാങ്ങാണ്ടി പരിപ്പ് പായസം, കൂൺ പായസം, ക്യാരറ്റ് പായസം, മത്തങ്ങ ക്യാരറ്റ് പായസം, പഞ്ചഫലം പായസം, അവിൽ പായസം, ശംഖുപുഷ്പം, മുല്ലപ്പൂവ് പായസം, ചക്കക്കുരു പായസം, മിക്സഡ് പായസം, ചക്ക പായസം തുടങ്ങിയ വിവിധതരം പായസങ്ങളാണ് മത്സരത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിയത്. 1ാം സ്ഥാനം മാങ്ങാണ്ടി പരിപ്പ് പായസം വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലെ പൂമംഗലം CDSലെ സുനിത MS കരസ്ഥമാക്കി. 2ാം സ്ഥാനം കൊടകര ബ്ലോക്കിലെ പുതുക്കാട് CDSലെ സിലി PR-ഉം അന്തിക്കാട് ബ്ലോക്കിലെ താന്യം CDSലെ യമുന രാജുവും കരസ്ഥമാക്കി. 3ാം സ്ഥാനം തളിക്കുളം ബ്ലോക്കിലെ തളിക്കുളം CDSലെ സീനത്തും ചൊവ്വന്നൂർ ബ്ലോക്കിലെ പോർക്കുളം CDSലെ രജിത ജയനും വിജയികളായി. 5 ദിവസങ്ങളിലായി ജ്യൂസ്, പായസം, പുട്ട്, കേക്ക്, നാടൻ വിഭവങ്ങൾ എന്നീ ഇനങ്ങളിലാണ് മത്സരം നടത്തുന്നത്. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ബ്ലോക്ക് ലെവൽ മത്സരങ്ങളുടെ വിജയികളാണ് ജില്ലാതല മത്സരങ്ങളിൽ മാറ്റുരച്ചത്. ഇന്ന് വിവിധതരം പുട്ട് നിർമ്മിക്കുന്നതിലാണ് മത്സരം നടക്കുന്നത്. ചെറുകഥകളിലൂടെ ശ്രദ്ധേയനായ സാദത്ത് ഹസൻ മാൻതോയുടെ 6 ചെറുകഥകളാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥികൾ തമാശ നാടക അരങ്ങിലെത്തിച്ചത്. ഇന്ത്യ-പാകിസ്ഥാൻ വിഭജനത്തിന്റെ അനന്തരഫലങ്ങൾ തീക്ഷണമായി അവതരിപ്പിക്കുകയായിരുന്നു നാടകം. ചണ്ഡീഗഡ് സ്വദേശിയായ നാടക പ്രവർത്തകൻ നീലം മാൻസിംഗ് ചൗധരി സംവിധാനം ചെയ്ത ആദ്യ മലയാള നാടകമാണ് തമാശ. ഇന്ത്യ-പാകിസ്ഥാൻ വിഭജന ചരിത്രത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങളുടെ നേർചിത്രമായി നാടകം. അധിനിവേശവും വിഭജനവും സാധാരണ ജനങ്ങളിലെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുരനുഭവങ്ങളെ നാടകം തുറന്നുകാട്ടി. സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ശരത്, സതീഷ്, കല്ലു കല്യാണി, ഗായത്രി, പ്രഭാബാബു,
ഷിബിൻ പ്രഭാത് തുടങ്ങിയവർ അരങ്ങിലെത്തിയപ്പോൾ സുബിൻ കെ പ്രകാശ് ക്രമീകരണം നടത്തി. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കലാ സാംസ്കാരിക പരിപാടികളിലും വേറിട്ട അനുഭവം പകർന്നു തമാശ നാടകം. ജില്ലാ സാമൂഹിക നീതി വകുപ്പിൻ്റെയും കേരള സാമൂഹിക സുരക്ഷാ മിഷൻ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസിൻ്റെയും നേതൃത്വത്തിലാണ് ഭിന്നശേഷി കലാകാരന്മാരുടെ അനുയാത്രാ റിതം പരിപാടികൾ അവതരിപ്പിച്ചത്. സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കലാകാരെ ആദരിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭിന്നശേഷി കലാകാരന്മാരാണ് എൻ്റെ കേരളം വേദിയിൽ ആഘോഷ സായന്തനം സമ്മാനിച്ചത്. ബി എസ് അഭിജിത്ത്, കെ അജീന, കെ എസ് അനഘ, എസ് ദിവ്യ, എൽദോ കുര്യക്കോസ്, സൂര്യ ഗോവിന്ദരാജൻ, വിഷ്ണു അമർനാഥ് എന്നിവർ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. സി വി അർജുൻ, കിരൺ, സി ആർ രവിനാഥ്, പൂജ രമേശ്, വിഷ്ണുപ്രിയ എന്നിവർ ഗാനങ്ങൾ ആലപിച്ച് സദസ്സ് കീഴടക്കി. 40%-ലധികം ഭിന്നശേഷി ഉള്ളവർക്കായി ടാലന്റ് ഫെസ്റ്റ് ഫോർ യൂത്ത് വിങ് ഡിസബിലിറ്റി സ്ക്രീനിങ്ങിലൂടെ തിരഞ്ഞെടുത്ത വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കലാകാരന്മാരാണ് അനുയാത്രാ റിതത്തിന്റെ ഭാഗമായത്. സാന്ദ്ര, ബിന്ദു വിജയൻ, വർഷ രാജീവ്, ഉലി അമൻ ജോത എന്നിവരാണ് നൃത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ. നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ കെ ആർ പ്രദീപൻ, സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ നസീർ എസ്, PRO റെനീഷ് എന്നിവർ സന്നിഹിതരായി. എൻ്റെ കേരളം പ്രദർശന മേളയിൽ വിപുലമായ സ്റ്റാളാണ് ഫയർഫോഴ്സ് വിഭാഗം ഒരുക്കിയിരിക്കുന്നത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിയ നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയ ടെറോളിയൻ ട്രാവേഴ്സ് രക്ഷാപ്രവർത്തനത്തിൻ്റെ മോഡലും ചൂരൽമല മിനിയേച്ചർ രൂപവും പാചക വാതക സിലിണ്ടർ ലീക്കായാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന CPR രീതി, തൊണ്ടയിൽ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും വിശദമായ ബോധവൽക്കരണ ക്ലാസും അത്യാധുനിക രക്ഷാപ്രവർത്തന ഉപകരണങ്ങളുമാണ് സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാകുന്നിടത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം ജനങ്ങൾക്ക് സ്വയം രക്ഷയ്ക്കുള്ള മുൻകരുതൽ കൊടുക്കുക എന്നതാണ് പവലിയൻ്റെ ലക്ഷ്യമെന്നും തൃശൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ് പറഞ്ഞു. ഇവിടെ നിലവിൽ നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആധുനിക മുഖമാണ് നമ്മളുടെ എക്സിബിഷന് വേണ്ടി മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് ചൂരൽമല മുതൽ നമ്മൾ വീടുകളിൽ എന്തെല്ലാം അഗ്നിപ്രതിരോധ സംവിധാനങ്ങളാണ് നമ്മൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കരുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കരുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ജീവനക്കാർ ഏകദേശം ത്രൂ ഔട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ്, എക്സിബിഷൻ ഹാളിൽ വരുന്ന എല്ലാവർക്കും ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നു. അത് LP സിലിണ്ടർ ഉണ്ട്, CPR ഉണ്ട്. മെയ് 24 വരെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്നാം ദിനത്തിൽ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്റ്റാൾ സന്ദർശിച്ചു. തൃശ്ശൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാകുമ്പോൾ തൃശ്ശൂരിൽ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടെക് ടൂറിസം കേന്ദ്രമായ റോബോ പാർക്ക് കേരള വികസനത്തിൻ്റെ നാഴികക്കല്ലാവുകയാണ്. തൃശ്ശൂരിനെ ദേശീയ ടെക് ടൂറിസം ഹബ്ബായി മാറ്റുന്ന റോബോ പാർക്ക് ആകാംക്ഷയോടെയാണ് ആധുനിക ടെക് സമൂഹം കാത്തിരിക്കുന്നത്. തൃശ്ശൂർ രാമവർമ്മപുരത്ത് 10 ഏക്കറിൽ ഒരുങ്ങുന്ന റോബോ പാർക്കിൻ്റെ 3D മിനിയേച്ചർ രൂപവും പാർക്കിൽ ഒരുക്കുന്ന സേവനങ്ങളും പരിശീലന പരിപാടികളും തൊഴിൽ സാധ്യതയും ഇവിടെ മനസ്സിലാക്കാം. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള ഇങ്കർ റോബോട്ടിക്സ് കമ്പനിയാണ് പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നത്. നിരവധി തൊഴിലവസരങ്ങളും പുതിയ ടെക്നിക്കൽ കോഴ്സുകളുടെ സാധ്യതകളും തദ്ദേശവാസികൾക്ക് തൊഴിലും പദ്ധതിയുടെ ഭാഗമായി ഉറപ്പാക്കുമെന്നും റോബോ പാർക്ക് ആശയം മുന്നോട്ട് വെച്ചവർ പറയുന്നു. ഞങ്ങൾ ഇങ്കർ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് വരുന്നത്. ഇത് തൃശ്ശൂർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ടെക് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് 4 വെർട്ടിക്കൽസ് ഉണ്ടാവും. ഇതിൽ റോബോലാൻഡ് ഉണ്ടാവും, മേക്കേഴ്സ് ഉണ്ടാവും, ഫ്യൂച്ചറിസ്റ്റിക് ഉണ്ടാവും, ഇൻക്യുബേറ്റർ ഉണ്ടാവും. ഇതിൽ റോബോലാൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു 12 AI സോൺസ് ഉണ്ടാവും. അതിൽ ഡ്രോൺ സോൺ ഉണ്ടാവും, EV സോൺ ഉണ്ടാവും. നമുക്ക് ഡ്രോൺ സോണിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഡ്രോൺ പറത്തി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.
പിന്നെ മേക്കേഴ്സ് ഓൺ ഉണ്ട്. മേക്കേഴ്സ് ഓൺ മെയിനായിട്ട് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 3 month 6 month കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ കിറ്റ്സ് ഉണ്ടാവും, റെൻ്റൽസ് ഉണ്ടാവും. അങ്ങനത്തെ ഇത് വരാൻ പോകുന്നത് രാമവർമ്മപുരം വിക്നാസ് അങ്ങനെ ഒരു ലാൻഡ് ഉണ്ട്. ഒരു 10 acre ലാൻഡിലാണ് ഇത് വരാൻ പോകുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കീഴിലുള്ള വിവിധ കമ്പനികളുടെ നവീകരണ ആശയങ്ങളുടെ അവതരണവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. പുതിയ കാലത്തിൻ്റെ സാങ്കേതിക മുന്നേറ്റങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ ഇവിടെ അനുഭവിച്ചറിയാം. ഓരോ ദിവസവും വിവിധ കമ്പനികൾ അവരുടെ പുതിയ ആശയങ്ങൾ സ്റ്റാളിലൂടെ പങ്കുവയ്ക്കുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്ന വിവിധ സേവനങ്ങളും കോവർക്കേഴ്സ് സ്പേസുകളും സ്റ്റാർട്ടപ്പ് പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടെയുള്ള പുതിയ ഒരു പിടി ആശയങ്ങളും ഇവിടെ നിന്ന് മനസ്സിലാക്കാം. തൃശൂർ ഒരു ടെക് നഗരമായി മാറുമ്പോൾ നാളെയിലേക്ക് നയിക്കുന്ന പുതിയ തുടക്കത്തിന് ഒന്നായി മുന്നേറാൻ അവസരമൊരുക്കുകയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സർക്കാരിൻ്റെ ജനകീയത വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ നാം കാണുന്നത്. കിഫ്ബിയാണ് മേളയ്ക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നത്. വിവിധ കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടക്കുന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ ഒരുക്കിയ ജയിൽ പവലിയൻ ജയിലിനകത്തെ കാഴ്ചകളും ജീവിതവും തുറന്നിടുന്നത്. ശിക്ഷ ഏറ്റുവാങ്ങിയ പ്രതിക്ക് വസിക്കാനുള്ള ലോക്കപ്പിലെ സൗകര്യവും പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. തൂക്കുമരവും തൂക്കുകയറുമാണ് പൊതുസമൂഹത്തിന് അജ്ഞാതമായ മറ്റൊരു അറിവുകളും കാഴ്ചകളുമാകുന്നത്. പരുത്തിയിലും ചണത്തിലും തീർത്ത ഒറിജിനൽ തൂക്കുകയറാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിനകത്തെ തൂക്കുമരത്തിന്റെ ചെറുമാതൃകയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. വധശിക്ഷ വിധിക്കാനായി അന്തിമ റിപ്പോർട്ട് കിട്ടിയ പ്രതിയെ തൂക്കുതട്ടിലേക്ക് കയറ്റുന്നു. ഉത്തരവ് നടപ്പിലാക്കാൻ നിർദ്ദേശം ലഭിച്ച സൂപ്രണ്ട്, പ്രതിയുടെ മാനസിക നില പരിശോധിക്കാനും മരണം സ്ഥിരീകരിക്കാനുമുള്ള മെഡിക്കൽ ഓഫീസർ, മജിസ്ട്രേറ്റ്, പ്രതിയെ തൂക്കിക്കൊല്ലാനുള്ള ആരാച്ചർ എന്നീ 4 പേർ മാത്രമാണ് പ്രതിയെ കൂടാതെ തൂക്കുതട്ടിൽ ഉണ്ടാവുക. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 1991 റിപ്പർ ചന്ദ്രനെയാണ് കേരളത്തിൽ അവസാനമായി തൂക്കിലേറ്റിയത്. കേരളത്തിലെ വിവിധ ജയിലുകളിലായി 35 പേരാണ് ഇനി വധശിക്ഷ കാത്തുകിടക്കുന്നത്. നിലവിൽ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും സെൻട്രൽ ജയിലുകളിൽ മാത്രമാണ് തൂക്കുമരമുള്ളത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ മുൻകാലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തൂക്കുമരമില്ല. ജയിൽ അന്തരീക്ഷം ആകെ മാറിയെന്നും ഇപ്പോൾ ശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലം മാത്രമല്ല, ശിക്ഷ അനുഭവിക്കുന്നവരെ മനപരിവർത്തനങ്ങൾ നടത്തി പുതുജീവിതത്തിലേക്ക് നയിക്കുന്ന ഇടം കൂടിയാണ് ജയിലുകൾ എന്നാണ് പവലിയനിൽ വിശദീകരണം നൽകുന്ന PT ടീച്ചർ സനൂപ് CS-ഉം വീവിംഗ് ഇൻസ്ട്രക്ടർ മുരളീധരനും പറയുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിലെ ചരിത്രം, അതുപോലെ അവിടുത്തെ അന്തേവാസികൾ നിർമ്മിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കൾ, മറ്റ് ജയിൽ കോമ്പൗണ്ടിലെ തന്നെ ഹൈ സെക്യൂരിറ്റി ജയിൽ, വനിതാ ജയിലുണ്ട്, അവിടുത്തെയൊക്കെ പ്രൊഡക്റ്റുകൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ജയിലിൻ്റെ മാതൃക രൂപരേഖ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുക. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉപയോഗിച്ചിരുന്ന പോലത്തെ ഒരു തൂക്കുമരത്തിൻ്റെ മാതൃക നമുക്കിവിടെ ഉണ്ട്. ജയിലിനകത്തെ കാഴ്ചകൾ അറിവ് പകരുന്നതും കൗതുകം നിറഞ്ഞതുമാണെന്ന് സന്ദർശകരും പറയുന്നു. നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. നേരിട്ടെല്ലാനും നമ്മൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. ആധുനിക സംവിധാനങ്ങളിലും സുരക്ഷാ സൗകര്യങ്ങളിലുമാണ് കേരളത്തിലെ ജയിലുകൾ പ്രവർത്തിക്കുന്നതെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നവരുടെ എണ്ണം ജയിൽ പരിമിതിയേക്കാൾ ഇരട്ടിയോളമാണ്. എങ്കിലും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളാൽ പരിമിതികളുടെ പര്യാപ്തതയെ കുറയ്ക്കുന്നു. സെൻട്രൽ ജയിലിലെ അന്തേവാസികൾ ഒരുക്കിയ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണന സ്റ്റാളിലുണ്ട്. വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ ചെറുമാതൃകാ രൂപത്തിന്റെ കാഴ്ചയും സന്ദർശകർക്ക് കൂടുതൽ അറിവ് നൽകുന്നു. കൂടിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, തുള്ളൽ തുടങ്ങിയ നൃത്തരൂപങ്ങളും ആയോധന കലയായ കളരിയും ഒരുമിച്ച് അണിനിരത്തിയാണ് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനികൾ എൻ്റെ കേരളം നൃത്തശില്പം അവതരിപ്പിച്ചത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, സംസ്കാരം, ഭാഷ എന്നിവ ഇഴചേർത്തുള്ള നൃത്തശില്പം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചു. നൃത്തത്തിലെ വള്ളത്തോൾ, ഇരയിമ്മൻ തമ്പി, സ്വാതി തിരുനാൾ, തുഞ്ചത്തെഴുത്തച്ഛൻ തുടങ്ങിയവരെ കുറിച്ചുള്ള പരാമർശവും ആകർഷകമായി. കേരള കലാമണ്ഡലത്തിലെ 18 വിദ്യാർത്ഥിനികളാണ് അരങ്ങിലെത്തിയത്.
ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മൃഗശാലയായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് നാടിന് സമർപ്പിക്കും. മൂന്നാമത്തെ സ്പോർട്സ് ഡിവിഷനായി അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രത്യേകതകളോടുകൂടി കുന്നംകുളത്തെ സ്പോർട്സ് സ്റ്റേഡിയം മാറാൻ പോകുകയാണ്. തൃശൂരിലെ മെഡിക്കൽ കോളേജ് കേന്ദ്രമാക്കി 100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിൽ നിന്ന് ഉൾപ്പെടുത്തി ജില്ലയിലെ റോഡുകളിലും മറ്റു മേഖലയിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളടക്കം അത്ഭുതകരമായ മാറ്റത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. വസൂരി പരകളുണ്ടായിരുന്ന ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള മാറ്റത്തിലേക്ക് പോയത് കേരളത്തിലെ ഗവൺമെന്റിന് വികസനത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ബിന്ദു ടീച്ചർ വിശദീകരിച്ചു. 4,54,000 ലൈഫ് വീടുകൾ, 5 ലക്ഷമാകും ഈ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ്. 4,958 കുടുംബങ്ങൾക്ക് പുതിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. 5 ലക്ഷം തികയും ഈ ഗവൺമെന്റ് മാറുന്നതിന് മുമ്പ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഫലങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുതിയ കോഴ്സുകൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് പോകാൻ വേണ്ടില്ലാത്ത വിധം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റത്തിന്റെ കാലത്തിലേക്ക് കടന്നുപോയത് ഇപ്പോഴല്ലേ? സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് മേള ക്രമീകരിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ LED വാളുകളിൽ പ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ 151 തീം സ്റ്റാളുകളും 38 കൊമേഴ്സ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ ശീതീകരിച്ച 189 സ്റ്റാളുകളിൽ സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. ഭക്ഷ്യ കാർഷിക മേള, കലാ സാംസ്കാരിക പരിപാടികൾ, സെമിനാർ, സിനിമാ പ്രദർശനം എന്നിവ മേളയുടെ ഭാഗമായുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയായിരിക്കും പ്രദർശന സമയം. പ്രവേശനം സൗജന്യമാണ്. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ അന്വേഷണങ്ങളും സംശയങ്ങളുമായി എത്തുന്നത് നിരവധി പേരാണ്. പദ്ധതി തൃശൂർ ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഭവനരഹിതരായ പട്ടികജാതി പട്ടികവർഗ അതിദരിദ്ര വിഭാഗങ്ങളിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ജില്ലയിൽ ആനുകൂല്യം നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ലൈഫ് ജില്ലാ കോർഡിനേറ്റർ വി ആന്റണി പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗം മത്സ്യത്തൊഴിലാളി അതിദരിദ്രർ എന്നീ വിഭാഗങ്ങളിലെ ഭൂമിയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും നമ്മൾ കരാറിൽ വെച്ചു വീട് കൊടുത്തു കഴിഞ്ഞു. പൊതുവിഭാഗം ഗുണഭോക്താക്കളിലെ ഒരു 68% പേർക്കും വീട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വീട് നിർമ്മാണം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക അവസാനത്തോടെ പൂർത്തിയാകും. ഭവനരഹിതരായ ജനറൽ ഗുണഭോക്താക്കളിൽ 68% ആനുകൂല്യം നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്നും കോർഡിനേറ്റർ അറിയിച്ചു. ഭൂരഹിത ഭവനരഹിതരിൽ ഉൾപ്പെട്ട 4200-ൽ പരം കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഭൂരഹിത ഭവനരഹിതർക്ക് വീട് ഒരുക്കുന്നതിന് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ജനപങ്കാളിത്ത ഭൂദാന പരിപാടിയായ മനസ്സോടിത്തിരി മണ്ണ് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി ഉദാരമതികളായ ആളുകൾ ഭൂമി ദാനം ചെയ്ത് ഇതിനോടകം പദ്ധതിയുമായി സഹകരിച്ചിട്ടുമുണ്ട്. ഭൂരഹിത ഭവനരഹിതർക്ക് വീടൊരുക്കുന്ന പദ്ധതിയിൽ പങ്കാളികളാവാൻ കൂടുതൽ ഉദാരമതികളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്നും കോർഡിനേറ്റർ വി ആന്റണി അറിയിച്ചു. അന്വേഷണങ്ങൾക്കും അറിവിനുമായി എത്തുന്ന എല്ലാ സന്ദർശകർക്കും പവലിയനിൽ കൃത്യമായ നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥർ നൽകുന്നു. എൻ്റെ കേരളം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികം പ്രമാണിച്ച് നവകേരളം 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വിപണന മേളയോടനുബന്ധിച്ച് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളിലാണ് അച്ഛന്മാരും മക്കളും അടങ്ങുന്ന സംഘം നൃത്തം അവതരിപ്പിച്ചത്. ടീം ഒഫൻഡേഴ്സ് കാരമുക്കാണ് അച്ഛന്മാരും മക്കളും വൈറൽ ടീം അവതരിപ്പിച്ച കൈക്കുട്ടിക്കളി ആൻഡ് വീരനാട്യം അവതരിപ്പിച്ചത്. 55 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള 22 കലാകാരന്മാരാണ് നൃത്ത പരിപാടിയിൽ പങ്കെടുത്തത്. നൃത്തത്തിൽ പങ്കെടുത്ത ധനേഷ് മടത്തിപ്പറമ്പിൽ, സബിൻ വന്നേരി, ആന്റണി ചിറയത്ത് എന്നീ അച്ഛന്മാരുടെയും ഇവരുടെ സുഹൃത്തുക്കളുടെ മക്കളായ നിരഞ്ജന ബിനേഷ്, മയൂരി ബിനോജ്, നിവേദിത ബിനേഷ്, മീര സബിൻ, അൻഷിക അഖിലേഷ്, അർച്ചന, ഏഞ്ചൽ, അമൻ ഇതിഹാസ്, അനവ് ഇതിഹാസ്, ശിവാനി സുബിൻ, വൈഗ സുബിൻ, അനീഷ, നിവേദിത, ദേവി കൃഷ്ണ, തളിർ സുഷീൻ, ഇവ ദിനേഷ്, അനൈ ഇതിഹാസ്, മിത്ര സബിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് നൃത്ത പരിപാടിയിൽ പങ്കെടുത്തത്. അച്ഛന്മാരുടെയും മക്കളുടെയും നൃത്തം കാണാൻ നിരവധി പേരാണ് സദസ്സിലെത്തിയത്.
വലുപ്പത്തിൽ ചെറുതെങ്കിലും വിലയിലും കൗതുകത്തിലും വമ്പന്മാരായ ശോനന്മാരുടെ ടോയ് ബ്രീഡ് പ്രദർശനം, കുഞ്ഞന്മാരായ പിഗ്മി ആടുകൾ, പുങ്കന്നൂർ പശു, വിവിധയിനം പൂച്ചകൾ, അലങ്കാര പക്ഷികൾ എന്നിവ പ്രദർശനത്തിലുണ്ടാകും. വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയാണ് പ്രദർശനം. വീടിന്റെ പൂമുഖത്തും മട്ടുപ്പാവിലും കാടകളെ വളർത്താവുന്ന തൊട്ടിൽ കൂടുകൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ പവലിയനിൽ ഒരുക്കിയിരിക്കുന്നു. തൃശൂർ മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സാങ്കേതിക സഹായത്തോടെ ഒരുക്കിയിരിക്കുന്ന കൂടുകളിൽ 10 കാടകളെ വളർത്താം. കാടയും കൂടും തീറ്റയും അടങ്ങുന്ന യൂണിറ്റുകൾക്ക് കർഷകർക്ക് സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കുവാനും മേളയിൽ അവസരമുണ്ട്. എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയിൽ കാഴ്ചക്കാർക്ക് പുതിയ അനുഭവം സൃഷ്ടിക്കുകയാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ സ്റ്റാൾ. വെർച്വൽ ബീച്ച്, ടെന്റ് ക്യാമ്പിംഗ്, ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗിന്റെ മാതൃക, കാരവൻ തുടങ്ങിയവയാണ് ടൂറിസം വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഗ്രാമീണതയുണർത്തുന്ന വയലും കുടിലും ജലചക്രവും സ്റ്റാളിലെത്തുന്ന പുതുതലമുറയ്ക്ക് കൗതുകം പകരുന്നതാണ്. പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത്വമുണർത്തുമ്പോൾ യുവതലമുറയ്ക്ക് പുത്തൻ അനുഭവമാണ് ഇത് സൃഷ്ടിക്കുന്നത്. മേള കാണാൻ വരുന്ന കുട്ടികൾ ഏറെ കൗതുകത്തോടെയാണ് വെർച്വൽ ബീച്ച് ആസ്വദിക്കുന്നത്. ഉത്തരവാദിത്ത ടൂറിസം, കാരവൻ ടൂറിസം, ടെന്റ് ടൂറിസം തുടങ്ങിയ ടൂറിസങ്ങളെ സന്ദർശകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് വിനോദസഞ്ചാര വകുപ്പ് സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും സ്റ്റാളിൽ ലഭ്യമാണ്. മേളയുടെ പ്രവേശന കവാടത്തിന് തൊട്ടുതന്നെയാണ് ഈ പവലിയൻ. 360 ഡിഗ്രിയിൽ കറങ്ങി സെൽഫി വീഡിയോ ചിത്രീകരിക്കാൻ ആവേശത്തോടെയാണ് സ്റ്റാളിൽ ആളുകൾ എത്തുന്നത്. സെൻസർ ഉപയോഗിച്ച് ഹാൻഡ് സ്കൈഡിങ്ങിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികളെ അടുത്തറിയാം. നവകേരളം, കാർഷികം, വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം, പട്ടയം തുടങ്ങിയ മേഖലകളിലെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ അറിയാൻ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്ന ക്യൂബ് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. സാങ്കേതിക വിദ്യയുടെ കൗതുകം ഒളിപ്പിച്ച് വേറിട്ട ആശയവിനിമയം സാധ്യമാക്കുകയാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ പവലിയൻ. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്കൊപ്പം തൃശ്ശൂരിന്റെ വികസനം കണ്ടും അനുഭവിച്ചും അറിയാം. കേരള വികസന മാതൃകയുടെ ഒരു പരിച്ഛേദമൊരുക്കിയാണ് മേളയിൽ എത്തുന്നവരെ PRD പവലിയൻ സ്വീകരിക്കുന്നത്. വൻ ജനത്തിരക്കോടെ പ്രദർശനം തുടരുന്ന എൻ്റെ കേരളം മേളയെ കൂടുതൽ മനോഹരമാക്കുകയാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റേതുൾപ്പെടെയുള്ള തീം സ്റ്റാളുകൾ. സർക്കാർ വകുപ്പുകളെക്കുറിച്ചും വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ചും അറിവ് പകരുന്നതാണ് എൻ്റെ കേരളം മേള. സർക്കാർ വകുപ്പുകളുടെ 150 തീം സ്റ്റാളുകളും 38 വാണിജ്യ സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ട്. ഭക്ഷ്യ കാർഷിക മേള, കലാസാംസ്കാരിക പരിപാടികൾ, സെമിനാർ, സിനിമാ പ്രദർശനം എന്നിവയും മേളയുടെ ഭാഗമാണ്. 24 വരെ നടക്കുന്ന മേളയിലേക്ക് രാവിലെ 10 മുതൽ രാത്രി 8 വരെ പൊതുജനങ്ങൾക്കും പ്രവേശനമുണ്ട്. പ്രവേശനം സൗജന്യമാണ്.